ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം ബികോം BBA സബ്ജക്റ്റ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ കുറേ സിലബസ് ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്നതിലും സിലബസ് ചേഞ്ച് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ സിലബസ് ചേഞ്ചിൻ്റെ ബേസിസിൽ ഫുൾ സിലബസ് ചേഞ്ചിൻ്റെ ബേസിസിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ മുമ്പുണ്ടായിരുന്നതിൽ കുറച്ച് ഭാഗങ്ങൾ കൂടി അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമൊക്കെ ഒരുപാട് വൈകിയിട്ടുണ്ട്. ഇപ്പോൾ 5th സെമ്മാണ്, എന്നാലും 3rd സെമ്മിൻ്റെ എക്സാമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരുപാട് ലാഗ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് 2019 വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെറ്റ് റിയലൈസബിൾ വാല്യൂ. Net realizable value is the estimated selling price less estimated cost of completion and cost necessary to make the sale. അപ്പോൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? റിയലൈസ് ചെയ്യുമ്പോൾ, അതായത് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൈസ് എത്രയാണോ അതിൽ നിന്നും കോസ്റ്റ് ഓഫ് കംപ്ലീഷനും കോസ്റ്റ് നെസസറി ടു മേക്ക് ദി സെയിലും ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് കംപ്ലീഷന് വേണ്ടിയിട്ട് ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകൾ എന്തൊക്കെയാണ്, സെയിലിന് വേണ്ടിയിട്ട് ഇൻകർ ചെയ്യുന്ന നെസസറി ആയിട്ട് ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകൾ എന്തൊക്കെയാണ്, ആ കോസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് എന്താണെന്ന് ഒന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ ഇതാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ, അതായത് സെല്ലിംഗ് പ്രൈസിൽ നിന്നും കോസ്റ്റ് ഓഫ് കംപ്ലീഷനും കോസ്റ്റ് നെസസറി ടു മേക്ക് ദി സെയിലും ലെസ് ചെയ്തത്. അത് സെയിൽ എപ്പോഴാണോ നടക്കുന്നത് അപ്പോഴുള്ള എസ്റ്റിമേറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ നെറ്റ് റിയലൈസബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് IAS 23 ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 23ൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 23 എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ്? ബോറോയിങ് കോസ്റ്റാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. പ്രിസ്ക്രൈബ് ദി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ ബോറോയിങ് കോസ്റ്റ്. അതിൻ്റെ ആകെ ഒരു ഒബ്ജക്റ്റീവാണുള്ളത്. പ്രിസ്ക്രൈബ് ദി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ബോറോയിങ് കോസ്റ്റ്. Borrowing cost include interest on bank overdraft and borrowings, finance charges on finance lease, and exchange differences in foreign currency borrowings where they are regarded as adjustment to interest cost. അപ്പോൾ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബോറോ ചെയ്യുന്നുണ്ടായിരിക്കും, ഇപ്പോൾ ലോൺ എടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ലീസിന് എടുക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഇൻകർ ചെയ്യുന്ന ആ ഇൻട്രസ്റ്റിനെയാണ് ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്താണെന്നുള്ളതാണ്. അതിൻ്റെ മീനിങ്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഈസ് എ പ്രോപ്പർട്ടി, ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ പാർട്ട് ഓഫ് ബിൽഡിംഗ് ഓർ ബോത്ത് ഹെൽഡ് ടു ഏൺ റെൻറ്റൽസ് ഓർ ഫോർ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഓർ ബോത്ത്. അതായത് നമ്മളൊരു ലാൻഡോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ലാൻഡും ബിൽഡിങ്ങും കൂടി ഒരുമിച്ചോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ റെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയാം. അതായത് നമ്മളുടെ ഓൺ ആവശ്യത്തിനല്ലാതെ, നമ്മുടെ സ്വന്തം ആവശ്യത്തിനല്ലാതെ നമ്മളത് റെൻറ്റിന് വേണ്ടിയിട്ടോ ക്യാപിറ്റൽ അപ്രീസിയേഷനോ ഒക്കെ വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയാം. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഡസ് IAS 12 മീൻ. അപ്പോൾ IAS 12 എന്താണ്? ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 ഏതാണ്? ഇൻകം ടാക്സ് ആണ് അല്ലേ. IAS 12 prescribe the accounting treatment for income taxes. Income tax include all domestic and foreign taxes that are based on taxable profit. അപ്പോൾ IAS 12 അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഡൊമസ്റ്റിക് ആൻഡ് ടാക്സസും ഫോറിൻ ടാക്സസും അതിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് ഡിഫൈൻ പ്രൊവിഷൻ. പ്രൊവിഷൻ എന്താണെന്ന് പറയുന്നത് ഡെഫിനിഷനാണ് ചോദിച്ചിട്ടുള്ളത്. എ പ്രൊവിഷൻ ഈസ് എ ലയബിലിറ്റി ഓഫ് അൺസർട്ടൈൻ ടൈമിംഗ് ഓർ എമൗണ്ട്. Provision can be distinguished from other liabilities such as trade payables and accruals because there is uncertainty about the timing or the future expenditure required in settlement. അതെന്താണ്? പ്രൊവിഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ലയബിലിറ്റി തന്നെയാണ്, പക്ഷേ അൺസർട്ടൈൻ ആണ്. അത് എപ്പോഴുണ്ടാവുമെന്നോ എത്ര എമൗണ്ടിനുണ്ടാവുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അതായത് ബാക്കി ലയബിലിറ്റീസൊക്കെ നമുക്ക് പറയാൻ പറ്റും, ഇത്ര എമൗണ്ടിനുണ്ടാവും.
എപ്പോൾ സംഭവിക്കുന്നുള്ളത്. പക്ഷേ പ്രൊവിഷൻ എത്ര എമൗണ്ടിനുണ്ടാവുന്നോ അതെപ്പോൾ ഇൻക്രീ ചെയ്യുന്നോ പറയാൻ പറ്റില്ല. നെക്സ്റ്റ് പറയുന്നത് കണ്ടിജൻറ്റ് അസറ്റ് എന്താണെന്നുള്ളതാണ്. A contingent asset is a possible asset that arises from past events and whose existence will be confirmed only by uncertain future events, not wholly within the control of the company. അതായത് കണ്ടിൻജൻറ്റ് അസറ്റ് എന്ന് വെച്ചാൽ എന്താണ്, അതൊരു പോസിബിൾ അസറ്റാണ്. അതായത് അങ്ങനെ ഒരു അസറ്റ് കമ്പനിക്ക് ഇൻകർ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. അത് ഫ്യൂച്ചർ ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിരിക്കുന്നത്, കമ്പനിക്ക് അത് അസറ്റാവോ ഇല്ലയോ എന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ആർ ഗവൺമെൻറ് ഗ്രാൻസ്. It is an assistance by government in cash or in kind to an enterprise for past or future compliance with certain conditions relating to operating activities of an enterprise. ഗവൺമെൻറ് ഗ്രാൻസ് എന്ന് വെച്ചാൽ അത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന അസിസ്റ്റൻസിനെയാണ് ഗവൺമെൻറ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ക്യാഷായിട്ടോ കൈൻഡായിട്ടോ ആവാം. അതിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എങ്ങനെയായിരിക്കും എന്നുള്ളതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന കുറച്ച് സബ്സിഡീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രീമിയം ഉണ്ടായിരിക്കും. അതിനെയൊക്കെയാണ് ഗവൺമെൻറ് ഗ്രാൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് IFRS, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളത്. 2019-ലും 2018-ലും റിപ്പീറ്റ് ചെയ്തിട്ട് വന്നുള്ള ക്വസ്റ്റ്യനാണ് IFRS. It is a common language for business affairs so that company accounts are understandable and comparable across international boundaries. IFRS standards are becoming global standards for preparation and presentation of financial statements. Standards developed by International Accounting Standard Board are known as IFRS. IFRS എന്ന് വെച്ചാൽ എന്താണ്, ലോകമെമ്പാടുമുള്ള എല്ലാ ബിസിനസ്സിൻ്റെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതൊരുപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിനെയാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ലെവലിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സാണ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. അതുകൊണ്ട് നമുക്ക് എന്തൊന്നും പറയാം, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സാണ് IFRS എന്നും കൂടി പറയാം. നെക്സ്റ്റ് പറയുന്നത് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻസ് ലീസ് ഇൻ ദി ബുക്ക് ഓഫ് ലെസ്സർ. ലെസ്സറിൻ്റെ ബുക്കിൽ ഫിനാൻസ് ലീസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് പറയുന്നത് റെക്കോർഡ് ദി അസറ്റ് അറ്റ് ആൻ എമൗണ്ട് ഈക്വൽ ടു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലീസ്. ഇൻട്രസ്റ്റ് റിസീവബിൾ ഷുഡ് ബി ക്രെഡിറ്റഡ് ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ലീസ് റെൻ്റൽ ഷുഡ് ബി ക്രെഡിറ്റഡ് ഇൻ ലെസ്സീസ് അക്കൗണ്ട്. അതിൽ ഇത് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ചുരുക്കിയിട്ട് എഴുതിയാൽ മതി. ലെസ്സർ റെക്കോർഡ്സ് ലീസ്ഡ് അസറ്റ് ആസ് റിസീവബിൾ ആൻഡ് ഫിനാൻസ് ചാർജസ് ആസ് നെറ്റ് ഇൻകം. അപ്പോൾ ഇതിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓപ്പറേറ്റിംഗ് ലീസിൻ്റെ ഉണ്ട്, ലെസ്സിയുടെ ബുക്കിലുണ്ട്, ലെസ്സറുടെ ബുക്കിലുണ്ട്. എല്ലാം ഒന്ന് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് പറയുന്നത് ഡിഫൈൻഡ് ലീസ് എന്നുള്ളത് ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2 ഇയറിൽ ഡിഫൈൻഡ് ലീസ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. Lease is an agreement whereby lessor conveys the lessee in return for rent the right to use an asset for an agreed period of time. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ലെസ്സർ ലെസ്സിക്ക് കൊടുക്കുകയാണ് ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ് ടു യൂസ് ദി അസറ്റ് മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ. അതിന് പകരം അവർക്ക് കിട്ടുന്നത് എന്താണ്, ലീസ് റെൻ്റൽസ് ആണ് അവർക്ക് പകരം കിട്ടുന്നത്. അതാണ് ഡിഫൈൻ ലീസ്. നെക്സ്റ്റ് പറയുന്നത് വെസ്റ്റിംഗ് പീരീഡ് എന്താണെന്നുള്ളതാണ്. It is a period of time in which an employee is required to work for an employee in order to own outright employee stock option or shares of the company stock or employer contribution to a tax advantaged retirement plan. അതായത് ഇറ്റ് ഈസ് പീരീഡ് ഓഫ് ടൈം ആണ്. അതായത് ഒരു എംപ്ലോയി ഇത്രയും പീരീഡ് എംപ്ലോയർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുള്ളൂ. അതായത് കമ്പനിയുടെ ഷെയർസ് കിട്ടാനുള്ളത്, റിട്ടയർമെൻറ്റ് പ്ലാൻ കിട്ടാനുള്ളത്, അങ്ങനെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ച് പീരീഡ് ഓഫ് ടൈം കംപ്ലീറ്റ് ചെയ്യണം. ആ പീരീഡിനെയാണ് വെസ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്.
Next question, right issue. What is right issue? An issue of shares in which existing shareholders have preemptive right to subscribe for the new shares is called right shares. അതായത് ഒരു കമ്പനി അഡീഷണൽ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു റൈറ്റ് ഉണ്ട് ആ ഷെയർസ് ആദ്യം പർച്ചേസ് ചെയ്യാന്നുള്ളത്. ആ റൈറ്റിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റൈറ്റ് ഓഫർ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ടു പർച്ചേസ് ദ അഡീഷണൽ ഷെയർസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ എക്സിസ്റ്റിംഗ് ഹോൾഡിംഗ്. അതായത് അവർക്ക് ഇഷ്ടമുള്ള നമ്പർ ഓഫ് ഷെയർസ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിങ്ങിനനുസരിച്ച് അതിൻ്റെ ഒരു പ്രൊപ്പോർഷനെ അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്. It is a process of reducing face value of shares of a company by dividing one share into two or more parts. The object of the stock split is to make the share affordable to small investors. This will increase the amount of trading in shares and also improves the liquidity. അതായത് സ്റ്റോക്കിന് സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ഒരു 10 ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയർ ആണെങ്കിൽ അതിനെ 5 വാല്യൂ ഉള്ള 2 ഷെയർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതിനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഇത് സ്മോൾ ഇൻവെസ്റ്റേഴ്സിനും കൂടി അത് അഫോർഡബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഷെയറിൻ്റെ പ്രൈസ് കുറയുമ്പോൾ അത് ട്രേഡിംഗ് ഇൻ ഷെയർസ് ഇൻക്രീസ് ചെയ്യും. അതായത് പ്രൈസ് കുറയുമ്പോൾ കുറേ ഇൻവെസ്റ്റേഴ്സ് അത് പർച്ചേസ് ചെയ്യും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അത് ബൈ ചെയ്യാനും സെയിൽ ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് ലിക്വിഡിറ്റിയും ഇമ്പ്രൂവ് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് ഇൻട്രസ്റ്റ് ക്വൊട്ടേഷൻസ്. If the purchase price of debenture include interest for the expired period, the quotation is said to be cum interest. ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഇൻക്ലൂഡിങ് ദി ഇൻട്രസ്റ്റ്. അതായത് എക്സ്പയർഡ് പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് കൂടി പർച്ചേസ് പ്രൈസിൽ ഡിബഞ്ചറിൻ്റെ പർച്ചേസ് പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻട്രസ്റ്റ് ക്വൊട്ടേഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എക്സാമ്പിളൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് എഴുതാം. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് NCI. NCI എന്ന് വെച്ചാൽ എന്താണ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് സബ്സിഡിയറി കമ്പനീസ് സ്റ്റോക്ക് ദാറ്റ് ഈസ് നോട്ട് ഓൺഡ് ബൈ ദി പാരൻറ്റ് കമ്പനി. If the parent company acquires 80% shares of the subsidiary company, remaining 20% is held by outsiders. That 20% is known as non-controlling interest. അതായത് ഒരു പാരൻറ്റ് കമ്പനി ഒരു സബ്സിഡിയറി കമ്പനീനെ അക്വയർ ചെയ്യുകയാണ്. അപ്പോൾ അവർ അക്വയർ ചെയ്യുന്നത് ഇപ്പോൾ 80% മാത്രമാണെങ്കിൽ ബാക്കി 20% അവർ അക്വയർ ചെയ്യുന്നില്ല. ആ 20% അക്വയർ ചെയ്തിട്ടുള്ളത് ഔട്ട്സൈഡേഴ്സ് ആയിരിക്കും. ആ 20%നെയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? അവർക്ക് കൺട്രോളിങ് പവർ ഇല്ല. അതായത് എപ്പോഴും 50%-നേക്കാൾ താഴെയായിരിക്കും അവർ അക്വയർ ചെയ്യുന്നത്. കൺട്രോളിങ് പവർ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഷെയർ ബേസ്ഡ് പേയ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ ഇൻ വിച്ച് ദി എൻറ്റിറ്റി റിസീവ്സ് ഗുഡ്സ് ഓർ സർവീസസ് ആസ് കൺസിഡറേഷൻ ഫോർ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ് ഓർ ബൈ എൻകറിങ് ലയബിലിറ്റീസ് ഫോർ എമൗണ്ട്സ് ബേസ്ഡ് ഓൺ ദി പ്രൈസ് ഓഫ് ദി എൻറ്റിറ്റീസ് ഷെയർ. അതായത് പേയ്മെൻറ്റ് നടക്കുന്നത് എങ്ങനെയാണ്? ഷെയർ ആയിട്ടാണ്. ഷെയർ ബേസ്ഡ് പേയ്മെൻ്റ് ആണ്. അതായത് കമ്പനി ഗുഡ്സ് സർവീസസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർവീസസ് അവൈൽ ചെയ്യുമ്പോഴൊക്കെ പകരം കൊടുക്കുന്നത് എന്താണ്? ഇക്വിറ്റി ഇൻസ്ട്രുമെൻ്റ് ആണ്. അതേപോലെ ലയബിലിറ്റീസ് സെറ്റിൽ ചെയ്യാനും ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് 2019 ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2018 ഇൻട്രസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇഫ് ദി പർച്ചേസ് പ്രൈസ് ഓഫ് ഡിബഞ്ചർ എക്സ്ക്ലൂഡ് ഇൻട്രസ്റ്റ് ഫോർ ദി എക്സ്പയർഡ് പീരീഡ്, ദി ക്വൊട്ടേഷൻ ഈസ് സെഡ് ടു ബി ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് എക്സ്ക്ലൂഡും ഇൻട്രസ്റ്റ് ഇൻക്ലൂഡുമാണ്. അപ്പോൾ ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് ഫോർ ദി എക്സ്പയർഡ് പീരീഡ് എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഫോർ ദി എക്സ്പയർഡ് പീരീഡ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇൻറ്ററിം ഡിവിഡൻ്റ് ആണ്. ഇറ്റ് ഈസ് ഗിവൺ ഔട്ട് ബൈ എ കമ്പനി ഓൺ സെമി ആനുവൽ ബേസിസ്. ഇറ്റ് ഈസ് ഡിവിഡൻഡ് പേയ്മെൻറ്റ് മെയ്ഡ് ബിഫോർ എ കമ്പനീസ് ആനുവൽ ജനറൽ മീറ്റിംഗ് ആൻഡ് റിലീസ് ഓഫ് ഫൈനൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് സെമി ആനുവൽ ബേസിസിൽ പേ ചെയ്യുന്ന ഡിവിഡൻ്റാണ് ഇൻറ്ററിം ഡിവിഡൻറ്റ്. കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പും കമ്പനിയുടെ ഫൈനൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിലീസ് ചെയ്യുന്നതിലും മുമ്പും ആണ് ഇൻറ്ററിം ഡിവിഡൻറ്റ് അവർ ഡിക്ലെയർ ചെയ്യുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡബിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഡിഫറൻസസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡബിൾ എൻട്രി സിസ്റ്റം ഓപ്പറേറ്റ്സ് ഓൺ എ ബേസിക് ഫാക്ട് ദാറ്റ് എനി ട്രാൻസാക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എഫക്റ്റ് ഇൻ 2 അക്കൗണ്ട്സ് റിലേറ്റഡ് ടു ദി ട്രാൻസാക്ഷൻ. അതായത് ഒരു ട്രാൻസാക്ഷന് 2 അക്കൗണ്ടിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, ഒരു അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ആ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് ഡബിൾ എൻട്രി സിസ്റ്റം. Double account system is used by public utility firms. Main feature of this account is that balance sheet is prepared in 2 parts. അപ്പോൾ ഇതിൽ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ബാലൻസ് ഷീറ്റിന് 2 പാർട്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഷോർട്ട് ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ ഇതിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ അവർ കൂടുതലും ചോദിച്ചിട്ടുള്ളത് എന്താണ്, പുതിയ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് നമുക്കിതിൽ. അസറ്റിൻ്റെ, ലയബിലിറ്റിയുടെ, റവന്യൂവിൻ്റെ ഒക്കെ കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ്സ് നമ്മൾ എന്തായാലും ഷോർട്ട് ആൻസേഴ്സിന് വേണ്ടിയിട്ട് എന്തായാലും നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം.